ഹലോ ഫ്ലൈലേഴ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലോ യു എസിലോ ഒന്നുമില്ല, നമ്മുടെ മഹാരാഷ്ട്രയിലെ നാഷിക്കിലാണ്. നാഷിക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു വണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള മഹീന്ദ്രയുടെ പുതിയ XUV 3XO എന്ന് പറഞ്ഞിട്ടുള്ള ഈ സബ് 4 മീറ്റർ SUVയുടെ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്നലായിരുന്നു ആക്ച്വലി ലോഞ്ച് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ലുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം എപ്പിസോഡ് കൊണ്ടുവന്നിരുന്നു. ഇന്നിപ്പോൾ ഡ്രൈവാണ്. ഡ്രൈവിന് ഞാൻ ഈ കളർ തന്നെ കിട്ടുകയും സെലക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലാക്ക് കിട്ടി സംതൃപ്തിപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കളറാണ് ഒരു ലോഞ്ച് കളർ, അത് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. സോ ഇതും വെച്ചിട്ടുള്ള റിവ്യൂ നമുക്ക് നോക്കുക. ഓൺ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. നമുക്ക് ഈ പുതിയ XUV 3XOൻ്റെ ഡിസൈനിലേക്ക് പോകുന്ന മുമ്പ് ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസൈനെ കുറിച്ച് പറയാം. ഈ പുതിയ ഡിസൈൻ ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ ഡിസൈൻ ചീഫായിട്ടുള്ള പ്രതാപ് ബോസാണ്. പുള്ളിക്കാരൻ BE എന്ന് പറഞ്ഞ ഇലക്ട്രിക് റേഞ്ചിലേക്ക് കൊണ്ടുവന്നുള്ള ഡിസൈൻ ഫിലോസഫിയിൽ നിന്നും കുറേ കാര്യങ്ങൾ കടെടുത്തിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, നമുക്കറിയാം XUV 400 എന്ന് പറഞ്ഞിട്ട് XUV 300ൻ്റെ ഇലക്ട്രിക് ഫോം ഉണ്ട്. അതിലേക്ക് കണക്കാക്കിയിട്ട്, അത് ഇതിൻ്റെ ഇലക്ട്രിക് വരുമ്പം വേണ്ട കണക്കാക്കിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് തന്നെ ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു വലിയൊരു പിയാനോ ബ്ലാക്ക് ആയിട്ടുള്ളൊരു പാനൽ വന്നിട്ടുണ്ട്. അവിടെ ഗ്രില്ലൊന്നും വന്നിട്ടില്ല. ലോഗോയും പിന്നെ ഈ ഒരു വേർട്ടിക്കലായിട്ട് നിൽക്കുന്ന ക്രോം സ്ലാക്സ് ഉള്ളത്. അത് ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും XUV 400 അതായത് ഇവരുടെ ഇലക്ട്രിക് ഫോമിൽ വന്നിരുന്ന ഒരു എലമെൻറ്റാണ്. അതിലേക്ക് തന്നെ എത്തിക്കാനുള്ള പ്ലാൻ. ഇവിടെയാണ് ഗ്രില്ല് വന്നിട്ടുള്ളത്, എയർ വെൻ്റായിട്ട് നിൽക്കുന്ന ബമ്പറിൻ്റെ പോർഷനിൽ. പിന്നെ ഹെഡ്ലൈറ്റിൽ വന്നിരിക്കുന്ന C ട്രീറ്റ്മെൻ്റ് ആണ്. അത് LED റിയറിനും ഫ്രണ്ടിലെല്ലാം C ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. മേലെ നമുക്ക് LED ലൈറ്റ് കാണാം. ഇവിടെ ഫോഗ് ലാമ്പ് പോകുന്നുണ്ട്. ഈ ഫോഗ് ലാമ്പിൽ റൗണ്ട് കൊടുത്ത് മഹീന്ദ്രൻ്റെ ഒരു പെഡിഗ്രി കാണിക്കുന്ന കാര്യം. കാരണം മഹീന്ദ്ര നമുക്കറിയാം വില്ലീസിൽ നിന്ന് മുതൽ തുടങ്ങി വന്ന എല്ലാം തന്നെ റൗണ്ട് ലൈറ്റായിരുന്നു കുറേ കാലത്തേക്ക്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് തിരിച്ചു കൊണ്ടുവന്ന പോലെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഡയമണ്ട് ആയിട്ടുള്ള കട്ടുള്ള കുറേ എലമെൻറ്റ്സും കാണാം. അത് ഫ്രണ്ടിലും അതുപോലെ തന്നെ റിയറിലും ഇൻറ്റീരിയറിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലായിടത്തും നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്ത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും വരുന്നുണ്ട്. പിന്നെ SUV എലമെൻറ്റായി നിൽക്കുന്ന ഒരു ബ്ലാക്ക് പാനൽ ഫ്രണ്ടിൽ നിന്നും തുടങ്ങി അത് വീലാർച്ചിലൂടെ എല്ലാം പോകുന്നുണ്ട്. സൈഡിൽ നമുക്ക് നോക്കാം. ഫ്രണ്ടിലാണ് കുറച്ച് അപ്രൈറ്റായി നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ്. ഒരു ഫ്രണ്ടിൽ നിന്ന് സൈഡിൽ നോക്കാൻ ഒരു കട്ടിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബോക്സി ഫീൽ ഉണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു ഭംഗി എന്നൊരു എലമെൻറ്റ് കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറിയൊരു ഓക്വേർഡ്നെസ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സംടൈംസ് ഇത് ഗ്രോ ചെയ്തേക്കാം. ഇന്ന് ഈ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ മാറി പറയാൻ കാരണം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തോന്നുകയാണ് ഇത് ചിലപ്പോൾ നമ്മൾ കണ്ട് ഇഷ്ടപ്പെടാം. ചില ഡിസൈൻസ് അങ്ങനെ, ഇപ്പം BMW ഡിസൈൻ ഫസ്റ്റ് കാണുമ്പോൾ ഓക്കോർഡായി തോന്നുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ 7 കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയലി മാവലസ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ച് വന്നേക്കാം ഡിസൈനിലെ അഭിപ്രായത്തിൽ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നാളെ എടുത്തിട്ട് കോൺട്രവേഴ്ഷ്യലായി തോന്നണ്ട. കാരണം ഇപ്പം ഒരു ഓക്കോർഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് കമൻറ്റിൽ പറയാം. നിങ്ങൾക്കും ലേറ്റർലി ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എന്താ തോന്നിയിട്ടുള്ളത്? ഇവിടെ മേലെ ലൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വുഡിൽ ഇവിടെ എല്ലാം കൊടുത്തിട്ട് അതെല്ലാം ബോൾഡായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടെങ്കിലും ദൂരത്തു നിന്ന് വരുന്ന കാണുമ്പോൾ ഒരു പ്രസൻസ് തോന്നിക്കുന്നുണ്ട്. കാരണം ഈ വലിയൊരു DRലും ആ ഒരു ബോക്സി ഷേപ്പല്ലോ. ഇനി നമ്മൾ സൈഡ് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നാഷിക്കിൽ തന്നെ ഒരു ഇന്നർ റോഡിൻ്റെ അടുത്താണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു ഓക്കോർഡായ സ്ഥലം തോന്നും. പക്ഷേ ബാക്കിൽ ഈ പറഞ്ഞ ട്രക്കും കാര്യങ്ങളും പോകുമ്പോൾ ചിലപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സോ പ്ലീസ് ബെയർ വിത്ത് മീ. കാരണം നമ്മൾ നല്ലൊരു ഷൂട്ട് ലൊക്കേഷനിൽ എത്തിയപ്പോഴേക്കും അവിടെ ഫുള്ള് എല്ലാ ടീമും അവിടെ എത്തിയിരിക്കുകയായിരുന്നു. കാരണം നമ്മളെ ക്യാബ് ഡ്രൈവർ അങ്ങോട്ട് കൊണ്ടുപോയി, നമുക്ക് നാസിക്ക് വലിയ പരിചയമില്ല. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയപ്പോൾ നമ്മൾ വേറെ സ്ഥലം നോക്കി. സാധാരണഗതിയിൽ മഹാരാഷ്ട്ര ആണെങ്കിലും കർണാടകയിലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ടൗൺ വിട്ട് കഴിഞ്ഞാൽ ഔട്ട്സ്കേർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് കയറുമ്പോഴേക്ക് ആകെ പ്രശ്നമാക്കും. പ്രത്യേകിച്ച് ഇവർ ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും സംസാരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കൽ ലാംഗ്വേജ് ഇല്ലെങ്കിൽ പെടും. ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ആയിരിക്കാം. എന്തായാലും ഇപ്പോൾ ലോനാവാല പോലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലം തന്ന ആൾ വളരെ ഫ്രണ്ട്ലി. ഞാൻ ചോദിച്ചു, സാർ ഒരു ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള പറഞ്ഞപ്പോൾ അവർ ഓക്കെ ആയിരുന്നു. ഇവിടെ എന്തൊരു പാർക്കിംഗ് ലോട്ടുമാർ തോന്നിക്കയറി. പക്ഷേ അല്ല, ഇവരെ ഷോപ്പും കാര്യങ്ങളുണ്ട്. ചെറിയ കെട്ടുപീടികളാണ്. എന്നാലും താങ്ക്സ്, ആരാമെന്ന് അറിയില്ല, എന്നാലും താങ്ക്സ്. സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ XUV 300ൻ്റെ ബേസിക് സിലൗട്ടും ആ ഒരു ഫോമും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഗുഡ്. അത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ സ്ട്രെയിറ്റ് ആയി നിൽക്കുന്ന ബോണറ്റ് ലൈൻ. അതിൻ്റെ താഴെ ഒരു വീൽ ആർച്ച് വന്നിട്ടുണ്ട്. വീൽ ആർച്ചും തന്നെ ഒരു എലമെൻറ്റ് കൊടുത്ത് ഈ ഒരു കട്ടിംഗ് ആണ്. ഈ ഒരു കട്ടിങ് സാധാരണ നമ്മൾ കാണുന്ന ഫുള്ളായിട്ട് കാണാം. പക്ഷേ അതൊരു ഡിസൈൻ എലമെൻറ്റാണ്. പക്ഷേ ആ ഒരു വീൽ ആർച്ചിൻ്റെ ബോൾഡ്നെസ്സിനെ കൊണ്ടുതന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബോൾഡ് ഫീൽ ഉണ്ട്. 17 ഇഞ്ചിൻ്റെ അലോയ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസൈനും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഫോക്കസ് ചെയ്യുക. കാരണം ഒരു ക്ലോസ് ചെയ്ത് നിൽക്കുന്ന സ്പോക്സ് ആണ്. അത് കുറച്ചുകൂടി എയറോഡൈനാമിക്സ് ബെറ്റർ ആക്കും. ഡയമണ്ട് കട്ട് അലോയ് എന്നാണ് ഇവർ വിളിക്കുന്നത്. ക്രോം എലമെൻറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. പക്ഷേ റണ്ണിങ്ങിൽ കാണുമ്പോൾ രസമുണ്ട് അത്. പിന്നെ പ്രൊഫൈലുള്ള ടയറുമാണ് കൊടുത്തത്, അതുകൊണ്ട് തന്നെ റൈഡിന് ഗുണം ചെയ്യുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പം ഈ ഒരു ലൈനാണ് ആക്ച്വലി മാസ്കുലിൻ ലൈൻ ഫ്രണ്ടിലുള്ള. റിയറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഷോർട്ടർ ലൈൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹിപ്പ് ലൈൻ ഉണ്ട്, അതും സ്ട്രോങ് ലൈനാണ്. താഴെ വന്നിരിക്കുന്ന ബോൾഡായി നിൽക്കുന്ന ഈ ഒരു പോർഷനെല്ലാം തന്നെ ഡൈനാമിക് ലൈനിനും ചേർത്തിട്ട് വന്നിരിക്കുന്നത്. അതായത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന ബ്ലാക്ക് സ്കേർട്ടിങ് ഫുള്ള് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് റിയറിലും ആ ഒരു കട്ടിങ് കാണാം. ഇവിടെ നമുക്ക് കാണാം വലിയൊരു ഫ്യൂൽ ടാങ്കിൻ്റെ പോർഷനാണ്.
പില്ലർ ഡിസൈനാണ് മറ്റൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ഷാർപ്പ് കട്ടിങ്ങും അതിനൊരു ഹിപ്പ് ഫോർമേഷനും ബോൾഡായിട്ടുള്ള പില്ലറാണ്. എന്നാൽ ഈ ഒരു ഷാർപ്പ് കട്ടിങ് ഉണ്ടെങ്കിലും ഉള്ളിലേക്ക് സ്പേസ് കോംപ്രമൈസ് ചെയ്ത രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ഉള്ളിലെ സ്പേസിന് ഗുണം കിട്ടുന്നുണ്ട്, അത് ഞാൻ ഉള്ളിൽ നിന്ന് പറയാം. എന്തായാലും ഡിസൈൻ വൈസ് വളരെ അട്രാക്റ്റീവ്. ഇവിടെ കുറച്ച് എലമെൻറ്റ്സ് എല്ലാം കൊടുത്ത് അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ബ്ലാക്ക് ആകുന്ന ചിലപ്പോൾ എടുത്ത് കാണുന്നുണ്ടാവില്ല, കാരണം ഇത് ഡുവൽ ടോണാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ കളർ കയറിയിരുന്നെങ്കിൽ ആ ഫീൽ മനസ്സിലാവും. പിന്നെ ഇങ്ങനെ വന്നിരിക്കുന്ന റൂഫ് റെയിലും തന്നെ ഇൻസേർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിലും ഞാൻ നേരത്തെ പറഞ്ഞ ഡയമണ്ട് ഡിസൈൻ എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയറിലും നമുക്ക് കാണാൻ റിയറിലേക്ക് എത്താം. അപ്പോൾ ഇത്രയാണ് സൈഡ് പ്രൊഫൈൽ വന്നിരിക്കുന്നത്. ഒരു സഫോമീറ്റർ ആണെങ്കിലും അതിൻ്റെ ഒരു കോംപ്രഷൻ, ഒരു ഒപ്പിച്ച പോലുള്ള ഫീലില്ല, നന്നായിട്ടുണ്ട്. ബൂട്ടിലാണെങ്കിൽ സ്പെയർ വീൽ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡീപ്പാണ്, 60-40 സ്പ്ലിറ്റാണ് സീറ്റ്. ഈ ഡെപ്ത്ത് നമുക്ക് ഹെവി ആയിട്ടുള്ള സാധനം എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായേക്കാം, പക്ഷേ സ്പേസ് വൈസ് അത്രയും വരുന്നുണ്ട്. റിയറിലേക്ക് കയറുന്ന മുമ്പ് അവിടെ ഒരു ബോട്ടിലെല്ലാം ഉണ്ട്. ഇവിടെ ഒരു വെള്ളമടി കേന്ദ്രമാണെന്ന് തോന്നുന്നുണ്ട്. പൊട്ടിക്കാത്തതെല്ലാം ഒരുപാട് ബോട്ടിൽ കാണാം. ഇനി ഇവിടെ കയറി ഇരിക്കുമ്പോൾ ഉള്ളതും കയറുമ്പോൾ ഉള്ള ഗുണം അത് ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയ ഡോറാണ്. കുറച്ചുകൂടി ഓപ്പണിങ് വലുതാക്കാമായിരുന്നെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും. എങ്കിലും അത്യാവശ്യം വണ്ണെല്ലാം ആളുകൾക്കും ഈസിലി കയറാൻ പറ്റുന്ന രീതിയിലുള്ള, കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഹെഡ് സ്പേസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ കട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു 6 വിരലിൻ്റെ അത്രോളം ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഫ്ലോർ കുറച്ച് ഫ്ലാറ്റാണ്. സെൻറ്ററിൽ ചെറിയൊരു ട്രാൻസ്മിറ്ററാണല്ലോ വരുന്നത്. പക്ഷേ ഫ്ലാറ്റ് ആണെങ്കിലും സീറ്റിനുള്ളോട്ട് കാല് വയ്ക്കാൻ പറ്റുമ്പോൾ കുറച്ചുകൂടി സ്പേസ് കിട്ടും. തൈ സപ്പോർട്ട് ഇവിടെ കുഴപ്പമില്ല. ഈ സൈഡിലേക്ക് സീറ്റ് കർവ് ചെയ്ത് വരുന്നത് കുറച്ച് കുറയുന്നുണ്ട്. പിന്നെ സ്പേസാണ്. ഇതിപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനാണ്. ഇതിലിപ്പോൾ 3 നീ റൂമുണ്ട്, 3 ഹെഡ് റൂമുണ്ട്, ഷോൾഡർ റൂമുണ്ട്. പിന്നെ ഇവർ പുതുതായിട്ട് പറഞ്ഞൊരു കാര്യം ഹിപ്പ് റൂമാണ്, ഹിപ്പ് സ്പേസാണ്. അത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ബോഡിക്ക് അധികം വളരെ സ്കിന്നായിട്ടില്ലാത്ത ആളുകൾക്ക് തന്നെ ബോഡിക്ക് ഇങ്ങനെ ഷേപ്പ് വരും. അതാണും പെണ്ണിനെല്ലാം ഉണ്ടാവും. അപ്പോൾ ഹിപ്പ് കുറച്ചുകൂടെ സ്പേസ് കൂടും. ആ ഹിപ്പ് സ്പേസ് ഏറ്റവും കൂടുതലുള്ള ഇവർക്കാണെന്ന് ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് ശരിക്കും ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 പേർക്ക് ഇരിക്കുമ്പം നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സ്പേസ് വരുന്നു. ഇനി സെക്കൻഡ് സ്പേസ് ഈ സെൻറ്ററിൽ ഇരിക്കുമ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കുന്ന കുഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പം കുഷനി ആയതുകൊണ്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നുള്ള ബോധ്യമാവുന്നുണ്ട്. കാല് വയ്ക്കാനും സ്പേസ് ഉണ്ട്. കാരണം ഈ സീറ്റിൻ്റെ റെയിൽ കുറച്ച് ഉള്ളോട്ട് നിൽക്കുന്ന, ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 3 പേർക്കും കാല് വയ്ക്കാൻ സ്ഥലമുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ റിയറിലേക്ക് AC വെൻറ്റ് ഉണ്ട്, USB-C ചാർജറുണ്ട്, ഫോൺ ഇങ്ങനെ വെക്കാനുള്ള ചെറിയ സ്പേസ് ഉണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് സിഗരറ്റ് ചാർജറും വരുന്നുണ്ട്, അതിലും നമുക്ക് ചാർജ് ചെയ്യാം. ഈ ഒരു ബോട്ടിൽ ഇവിടെ വെക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. ഇതിവിടെ ഡോറിൻ്റെ പാഡിലും വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സെൻറ്ററിൽ ആംറസ്റ്റ് വെച്ച് തന്നെ വെക്കും. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചാലും കൈ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്ഥലമുണ്ട്. എന്നാലും കുറച്ച് തടിച്ച ബോട്ടിലാകുമ്പോൾ കൈ വെക്കുന്ന സ്ഥലം കുറച്ച് കോംപ്രമൈസ്ഡ് ആവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ഇത്രയും റൂമൊന്നും പോരെങ്കിൽ ക്ലോസ്ട്രോഫോബിക് ഫീലുള്ള ആളുകളുണ്ട്. ഇത്രയും വലിയ സൺറൂഫ് വരുന്നുണ്ട്. പക്ഷേ അത് തുറന്ന് വെച്ചാൽ നല്ല ചൂടാണ്, അതുകൊണ്ട് തുറക്കാത്തത്. അപ്പോൾ ഇത്രയും ഏരിയയിൽ സൺറൂഫും വരുന്നുണ്ട്. റൂമിനെസ് തോന്നും. വൈറ്റ് ആയിട്ടുള്ളൊരു ബേജാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല റൂമി ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കണം. ബ്ലാക്കാണ് ഇവിടെ വരുന്നത്. അത് കുറച്ചുകൂടി സേഫാണ്. കാരണം നമ്മൾ കൈ തട്ടുന്ന ഷോൾഡർ തട്ടുന്ന ഭാഗം ബ്ലാക്ക് ആക്കിയാൽ സേഫാണ്. ഇരിക്കുന്ന ഭാഗത്താണ് ഈ ഒരു വൈറ്റ് വരുന്നത് കൂടുതലും. അതുകൊണ്ട് കുറച്ച് നമുക്ക് സമാധാനം തോന്നും. എങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അഴുക്കാവാൻ ചാൻസ് കൂടുതലാണ്. മൊത്തത്തിൽ റിയറിൽ ഞാൻ തുടങ്ങാൻ കാരണം റിയറിലാണ് ഇവർ പറയുന്ന ഏറ്റവും സ്പേസ് കൂടിയുള്ള കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ ഒരു സ്പേസ് ശരിക്കും പറയുന്ന പോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് നോക്കാം. സോ ഇനി നമുക്ക് ഫ്രണ്ട് നോക്കാം. ഫ്രണ്ടിലാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഡിസൈനിൽ വന്നിട്ടുള്ള. അതിൽ മെയിനായിട്ട് നിൽക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് സെൻറ്ററിൽ വന്നിട്ടുള്ള ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഒരു ഫീലുള്ള പ്രതാപ് ബോസ് മുമ്പ് ടാറ്റയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ പ്രതാപ് ബോസിന് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുമ്പം അതിന്ന് എടുത്തൊരു ഫീലുണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ലൈക്ക് എന്താ പറയുക, ഒരു പേർപ്പസ്ഫുൾ ആയിട്ടാണ്, എക്കണോമിക്സ് വൈസ് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് കാൻ കംപ്ലയിൻറ്റ്. ബട്ട് കാണുമ്പം ആ ടാറ്റയിലെ സ്ക്രീനിൻ്റെ പ്ലേസിങ്ങിൻ്റെ ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും സ്ക്രീനിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഗ്രാഫിക്സ് എല്ലാം ഒന്ന് ഇമ്പ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. അത് ഹാർമൻ കാർഡിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം അടിപൊളിയായിട്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് വേറെ തന്നെ പറയാം. അതുപോലെ തന്നെ ഇവിടെ വന്ന ഇൻസ്ട്രുമെൻറ്റ് കൺസോളും ഫുള്ള് സ്ക്രീനായിട്ട് മാറിയിട്ടുണ്ട്. അനലോഗ് തീരെയില്ല. മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ലെതറായിട്ടാണ് ഫുള്ളുള്ളത്. പക്ഷേ ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിരിക്കുന്ന ആ ഒരു ലെതർ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട്. സെൻട്രൽ വന്ന ഹബ്ബും നീറ്റാണ്. മൊത്തത്തിൽ എക്കണോമിക്സ് നല്ലതാണ്. സ്വിച്ചസ് എല്ലാം ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് യൂസബിളാണ്. പിന്നെ
രണ്ട് സോണായിട്ടുള്ള AC ആണ്, രണ്ട് സോൺ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെ നിന്ന് ബട്ടൺസും കാര്യങ്ങളും വരുന്നുണ്ട്. USB-Cയും USB ചാർജറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട് വയർലെസ് ആയിട്ട്. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക് പവർ ബ്രേക്കാണ്. ഇതിപ്പോൾ നമ്മൾ ഓടിക്കുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് മോഡലാണ്. പിന്നെ മേലെ എല്ലാം ബ്ലാക്കും താഴെ എല്ലാം വൈറ്റ് ബേജ് ആയിട്ടുള്ള ഒരു ലെതറായിട്ട് ഇൻറ്റീരിയർ. ലെതറായിട്ട് എന്ന് പറയുമ്പം ഒറിജിനൽ അല്ല, ആർട്ടിഫിഷ്യൽ ലെതറാണ്. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഫീലെല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ഉണ്ട്. അത് ഒന്ന് സ്ക്രാച്ച് ആവാതെ നോക്കേണ്ട മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം നമുക്ക് ആ ഒരു ഡയമണ്ട് ഡിസൈൻ എലമെൻറ്റ് കാണാം. ഇവിടെ പെർഫറേഷനിലുള്ള ഡയമണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ പെർഫറേഷൻ ഉണ്ടെങ്കിലും ഞാൻ സീറ്റ് കൂളിംഗ് ഉണ്ടാവുമെന്ന് കരുതി, പക്ഷേ അത് വന്നിട്ടില്ല. ഹീറ്റിങ്ങും ഇല്ല, കൂളിങ്ങും ഇല്ല. വെൻറ്റിലേറ്റഡ് സീറ്റേ അല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ബ്ലാക്ക് കൊടുത്ത് പ്രാക്ടിക്കലി നല്ലതാണ്. ഇവിടെ എല്ലാം തന്നെ പെട്ടെന്ന് അഴുക്കാവാൻ ചാൻസ് ഉള്ള ഏരിയ. പിന്നെയുള്ള സീറ്റും ഈ ഒരു ഭാഗത്തേ ഉള്ളൂ ബേജായി നിൽക്കുന്നത്. അത് ഡോർ പാഡിൽ ശ്രദ്ധിക്കുക. പിന്നെ സീറ്റിൽ നമ്മൾ ചില ജീൻസും ചില പാൻസിലെല്ലാം കളർ ഇളകുന്നുണ്ടെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വലിയൊരു സൺറൂഫ് ഞാൻ റിയറിന്ന് കാണിച്ചു തന്നു, അത്രയും നിൽക്കുന്ന ഒരു സൺറൂഫാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ADAS ഫീച്ചേഴ്സും സേഫ്റ്റി ഫീച്ചേഴ്സെല്ലാം. അത് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു സ്ക്രീൻസിലുള്ള അതിൻ്റെ റിഫ്ലക്ഷൻ, ഇപ്പം നമ്മൾ പാസ് ചെയ്യുമ്പോൾ എത്രയാണോ സ്പീഡ് ലിമിറ്റ് അത് കാണിക്കുന്നത്, അതെല്ലാം വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ്. അതാണ് ഗ്രാഫിക്കിൽ വന്നിരിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. പിന്നെ കൂൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ഉണ്ട്. ഈവൻ ദോ സീറ്റിന് കൂളിംഗ് ഇല്ലെങ്കിലും ഗ്ലോ ബോക്സ് കൂളാണ്. അപ്പോൾ അതുകൊണ്ട് ചൂടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പിച്ച വെള്ളം കുടിക്കാം. പിന്നെ ഇവിടെയും ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു കീ വെച്ചിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ കീ ചാർജ് ചെയ്യാൻ അതിൽ വെച്ചാൽ മതി. പാർട്ട്ലി കീലെസ് ആയിട്ടുള്ള ഒരു എൻട്രിയും കാര്യമാണ് ഇതിലുള്ള. അപ്പോൾ മൊത്തത്തിൽ ഒരു റീവർക്ക് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ നമുക്ക് കാണാവുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, മെറ്റീരിയൽ യൂസേജും ബെറ്റർ ആയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഗ്രാഫിക് ലെവലെല്ലാം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം വന്നിരിക്കുന്ന ഹാർമൻ ആൻഡ് കാർഡിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. മുമ്പ് നമ്മൾ ലക്ഷറി കാസിലെല്ലാം കണ്ടിരുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പം സാധാരണ ബ്രാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹാർമൻ കാർഡിൻ്റെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രൂവൺ ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം, പക്ഷേ എല്ലാത്തിനും ഓരോ റേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഹാർമൻ കാർഡിൻ്റെ ടോപ്പ് എൻഡും മീഡിയവും ലോ എൻഡിലും ഉണ്ട്. എനിക്കിത് തോന്നുന്നു ഒരു മീഡിയം എൻഡുള്ള ഒരു സാധനമാണ്. ടോപ്പ് എൻഡ് എന്തായാലും അല്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 9 ഈക്വലൈസർ വരുന്ന സൗണ്ടാണ്. അതിന് ബേസ് എൻഹാൻസ്മെൻ്റ് ഉണ്ട്. 4 ആംബിയൻറ്റ് സൗണ്ട് മോഡ് സെലക്ട് ചെയ്യാം. ഇത് ബേസിക്കലി ഈക്വലൈസറും അതുപോലെ തന്നെ ഈ ബേസ് എൻഹാൻസ്മെൻ്റ് എല്ലാം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും മാറിക്കൊണ്ടിരിക്കും. അത് ടേസ്റ്റും കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈക്വലൈസർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മ്യൂസിക്സിൽ അവർ ക്ലെയിം ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ത്യൻ മ്യൂസിക്സിൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഓരോന്നിനും അതിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ചിലർക്കെല്ലാം പാട്ട് കേൾക്കുമ്പം അതും കൂടെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അവനോട് ഗ്രേറ്റ് സൗണ്ട് പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഞാൻ ആസ്വദിക്കാറുള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലാണ്. ആ മൊത്തത്തിൽ ആസ്വദിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് എ വെരി ഗുഡ് സൗണ്ട് സിസ്റ്റം. അതൊരെല്ലാം ഫീൽ ചെയ്തിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ ഇപ്പം കേട്ടിട്ടുള്ള റേഡിയോ മാത്രമായിരുന്നു, സൗണ്ട് സിസ്റ്റം കേട്ടിട്ടില്ല. പക്ഷെ ഞാനൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് നോക്കിയപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ റണ്ണിങ്ങിലല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവിലും കൂടെ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഇത്രയാണ് ഇൻഫോർടൈൻമെൻറ്റിൽ വന്നിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാർമൻ കാർഡിന് വന്നതാണ് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ബാക്കി ഇതിൽ കുറച്ച് വെൽക്കം നോട്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഞാൻ ഡ്രൈവിൽ കാണിക്കാം. മഹീന്ദ്ര ഈ പുതിയ XUV 3XOയിൽ ADAS ഫീച്ചർ ലെവൽ 2 കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ആക്റ്റീവും പാസീവ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സുകളിൽ പെടുന്നതാണ്. ആക്റ്റീവ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ നമുക്കറിയാം മഹീന്ദ്ര ഇപ്പോഴും റേറ്റിംഗ് വൈസ് ഗ്ലോബൽ ആൻഡ് ക്യാപിറ്റലിലും നല്ല റേറ്റിംഗ് കിട്ടുന്ന കാറാണ്. അതിന് പറ്റുന്ന രീതിയിലുള്ള ബിൽഡ് വന്നിട്ടുണ്ട്. 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. സ്ട്രോങ് ആയി നിൽക്കുന്ന മെറ്റീരിയൽസാണ്. പല കോമ്പോസിറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ 6 എയർ ബാഗും വരുന്നുണ്ട്. ഇത് സേഫ്റ്റി ഫീച്ചർ ലോ എൻഡ് മോഡൽ കൊണ്ടുവരുമ്പോഴാണ് റേറ്റിങ്ങിൽ അല്ലെങ്കിൽ ഈ NCAP പോലത്തെ റേറ്റിങ്ങിൽ പോയിൻറ്റ്സ് സ്കോർ ചെയ്യുന്നത്. ടോപ്പ് എൻഡിലുണ്ടെങ്കിലും ചില ലോ എൻഡ് മോഡൽ ഇല്ലെങ്കിൽ കുറയും. അപ്പോൾ അതെല്ലാം കവറപ്പ് ചെയ്തിട്ടുണ്ട്. ADAS ലെവൽ 2 ഇവിടെയുള്ള ക്യാമറയും അതുപോലെ തന്നെ റഡാർ ഫീച്ചറും ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിൽ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ഓട്ടോ ബ്രേക്കിംഗ്, അത് 3 തരത്തിലുണ്ട്. ഒന്ന് പെഡസ്ട്രിയൻ, അതുപോലെ തന്നെ സൈക്ലിസ്റ്റ്, അതുപോലെ തന്നെ വെഹിക്കിൾ. പിന്നെ കൊലിഷൻ വാർണിംഗ് ഉണ്ട്. അതേപോലെ തന്നെ സയൻസ് എല്ലാം റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വാർണിംഗ് തരുന്നത്. ഇങ്ങനെ ഒരുപാട് വാർണിംഗ്സ് വരുന്നുണ്ട്. പിന്നെ ADAS ലെവൽ 2 വരുന്ന മറ്റൊരു കാര്യം ഹെഡ്ലൈറ്റാണ്. ഓട്ടോ ഡിപ്പിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് കൊള്ളിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പല വണ്ടികളും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇന്നിപ്പോൾ രാവിലെ നമുക്ക് 2-3 വാർണിംഗ്സ് ഇതെല്ലാം വർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേറെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ബ്രേക്കിംഗ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും സപ്പോർട്ടീവ് എലമെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സേഫ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇവർ തന്ന റേറ്റിംഗ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു വണ്ടി വന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്ലോബൽ NCAPൻ്റെ റിപ്പോർട്ട് വരുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് കഴിഞ്ഞ വണ്ടികൾക്കെല്ലാം വന്നിട്ടുള്ള ഓരോരുത്തർ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇത്രയാണ് സേഫ്റ്റി ഫീച്ചറായിട്ട് ഇതിൽ വന്നിരിക്കുന്ന എലമെൻറ്റ്സ്.
സാധാരണ നമ്മൾ ഈ കാറ്റഗറി വണ്ടികളിലെല്ലാം കാണുന്ന ഒരു കാര്യമാണ്, ഒരുപാട് വേരിയൻസ് ഉണ്ടാവും. മഹീന്ദ്രയും അതിൽ ഒട്ടും കുറവല്ല, മേ ബി കൂടുതലാണെന്നാണ് പറയാം. അപ്പോൾ നെക്സോണിലും എല്ലാം തന്നെ നമ്മൾ ഒരുപാട് വേരിയൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ മഹീന്ദ്ര ആണെങ്കിൽ ആക്ച്വലി മെയിനായിട്ട് ഒരു 5 കാറ്റഗറി വേരിയൻസും അതിൻ്റെ സബ് ഇൻക്ലൂഡ് ചെയ്തിട്ട് 10 കാറ്റഗറി ആണ് വേരിയൻസ് വരുന്നത്. അതിൽ MX1, MX2, MX3 വരുന്നുണ്ട്. പിന്നെ AX5ഉം AX7ഉം ആണുള്ളത്. ഇതിൻ്റെ സബ്ബായിട്ട് MX2ൽ പ്രോ വരുന്നുണ്ട്, MX3യിലും പ്രോ വരുന്നുണ്ട്. അതേപോലെ തന്നെ AX5ലാണെങ്കിൽ ലക്ഷറി വരുന്നുണ്ട്, അതുപോലെ തന്നെ AX7ലും ലക്ഷറി വരുന്നുണ്ട്. ഇതിൽ AX5ഉം AX7ലാണ് ആഡ്രിനോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കണക്ടിവിറ്റി ഫീച്ചറിൽ, വിച്ച് ഈസ് ലൈക്ക് ഫോണിൽ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഫീച്ചേഴ്സാണ്. ഇതും നമ്മൾ പല വണ്ടികളിലും കണ്ട് ശീലിച്ചുള്ള അതേപോലെയാണ്. ബേസിക്കലി നമ്മൾ കാറിൻ്റെ കുറേ കൺട്രോൾസ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്താൽ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഈ കാറിൽ കണക്റ്റഡ് അല്ല, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മനസ്സിലായൊരു കാര്യം വെച്ചാൽ ഇതിലൂടെ നമ്മൾ കാണുന്ന ഒന്നിൻ്റെ കാര്യങ്ങളിൽ ഒന്ന്, നമുക്ക് കാറിൻ്റെ പല റീഡിങ്സും അത് തന്നെ നമ്മൾ ഓടിച്ചിട്ടുള്ള ഹിസ്റ്ററികളും അത് വെച്ച് നമ്മൾ എത്രത്തോളം വണ്ടിയുടെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്തുനിന്ന് AC ഓണാക്കാം. ഇങ്ങനത്തെ ഫീച്ചേഴ്സുകളാണ്, സപ്പോർട്ടീവ് ഫീച്ചറാണത്. ഈ ഒരു അഡ്രിനോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചറാണ് മഹീന്ദ്രയുടെ ഈ ഒരു ഫീച്ചറിനെ വിളിക്കുന്നത്. അപ്പോൾ അത് ഈ 2 ടോപ്പ് ആൻഡ് 2 വേരിയൻറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എന്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫീച്ചർ ലിസ്റ്റ് ഞങ്ങളുടെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ജോയിൻ ചെയ്യാം. മഹീന്ദ്ര പുതിയ XUV 3XOയിൽ 2 പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനും ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ 3 ഗിയർ ബോക്സ് ഓപ്ഷനും നൽകിയിട്ടുണ്ട്. പെട്രോൾ രണ്ടും 1.2 ലിറ്ററാണ്. ഒന്ന് പക്ഷേ മൾട്ടിപോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷനും മറ്റേ വന്നിരിക്കുന്നത് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷനുമാണ്. മൾട്ടിപോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷനിൽ വരുന്നത് 110 HP പവറും 200 Nm ടോർക്ക് ആണെങ്കിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷന് വരുന്നത് 130 HP പവറും അതുപോലെ തന്നെ 230 Nm ടോർക്കാണ്. ഡീസലിന് 1.5 ലിറ്ററാണ്, അതിന് 117 HP പവറും 300 Nm ടോർക്കുണ്ട്. ഈ 3 എഞ്ചിൻ ഓപ്ഷനിലും കോമൺ ആയിട്ട് വരുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. പെട്രോൾ മാത്രമാണ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ടോർക്ക് കൺവെർട്ടറോട് കൂടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡീസലിൽ വന്നിരിക്കുന്നത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഉള്ളത്, അത് AMT ഗിയർ ബോക്സ് ആണ്, ഓട്ടോ ഷിഫ്റ്റ് പ്ലസ് എന്നാണ് അവർ വിളിക്കുന്നത്. ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് എഫിഷ്യൻസി നന്നാവും. ഫ്രണ്ടിലാണ് മക്ഫേഴ്സൺ സ്റ്റാർട്ടിൻ്റെ ആൻറ്റി റോൾ ബാറോടുകൂടിയുള്ള സസ്പെൻഷനും റിയറിൽ വന്നിരിക്കുന്ന ട്വിസ്റ്റ് ബീം സസ്പെൻഷനുമാണ്. ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസിൽ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. Get ready to embark on the drive of a lifetime in the all-new Mahindra XUV 3XO. Everything you want and more. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ ഒറ്റ കാര്യം, ഒരു ബാക്ക് ആൻഡ് സ്റ്റോറി പറയാം. നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് ഞങ്ങളെല്ലാം പരിചയപ്പെടുന്ന സമയത്തൊരു സ്കോർപ്പിയോ ഉണ്ടായിരുന്നു. അന്നത്തെ സ്കോർപ്പിയോയിൽ ഈ പറഞ്ഞ പോലെ കമൻസിനെ കൊണ്ടുവന്ന് പുതിയ സംഭവമായിരുന്നു, വലിയ അടിപൊളി ഫീച്ചറായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ അത് അവനെ നാണം കെടുത്തി. അവനേത് കുടുംബക്കാരായിട്ട് കുറേ പെൺപിള്ളേരുണ്ട്, ഫാമിലിയിലായിട്ട് പോകുന്ന സമയത്ത് ഇത് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി, യുവർ കാർ ഈസ് ഓൺ ലോ ഫ്യൂവൽ, പ്ലീസ് ഫിൽ ഇറ്റ് നൗ എന്ന് പറഞ്ഞിട്ട് ആകെ നാണം കെട്ട കുറച്ച് കഥകളുണ്ട്. സോ ബേസിക്കലി മഹീന്ദ്രയിൽ ഇങ്ങനത്തെ കുറേ കമൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇറ്റ്സ് എ ഫീച്ചർ, ബട്ട് അറ്റ് ടൈംസ് ഇറ്റ് ഫീൽ വെരി ഓക്വേർഡ്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നിയിട്ടില്ല കമൻറ്റിൽ പറയാം. സീറ്റ് ബെൽറ്റ് വാർണിംഗ് അല്ല കേട്ടോ, ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ ഉള്ള സൗണ്ടാണ്. ഇപ്പോൾ ഹസാർഡെല്ലാം ഇട്ടാലും ഈ ഒരു സൗണ്ടാണ് വരുന്നത്. സാധാരണ നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് കുറച്ച് ഹൈ ആയിരിക്കും, നല്ലതാണ്, അലേർട്ട് ആവും. പക്ഷേ ഇൻഡിക്കേറ്ററിൻ്റെ ഇതെല്ലാം കുറച്ച് കൂടുതലല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ സൗണ്ട് മതിയായിരുന്നു. ഇനി ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇവിടെ 4 സൈഡിലും ഉള്ള ക്യാമറ, പ്രത്യേകിച്ച് 2 സൈഡിലുള്ള ക്യാമറ കൊണ്ട് നമുക്കിവിടെ പറ്റുള്ള വണ്ടികളിൽ കണ്ടുപോലത്തെ സ്ക്രീനിൽ ആ സൈഡിലുള്ള വിഷ്വൽ അപ്പിയർ ആവും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ലോ ആയിട്ടാണ് നിൽക്കുന്നത്, ഈ സ്ക്രീനും ചെറുതാണ്. അതുകൊണ്ട് അതിലേക്ക് നോക്കാത്തതാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് റിയൽ ലൈഫ് മിറർ കിട്ടുന്ന ഫീൽ എന്തായാലും ഇതിൽ കിട്ടുന്നില്ല. ഇൻ കേസ് നമുക്ക് ഫോഗി ആയിട്ടോ അല്ലെങ്കിൽ ഡസ്റ്റ് ആയിട്ടോ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ, അതല്ലാത്തപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഹാവിങ് സെഡ് ദാറ്റ്, ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിൻ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്, നമ്മൾ ഓടിക്കുന്നത് പെട്രോളാണ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതാണ് എല്ലാ വണ്ടികളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം വണ്ടികൾ ഞാൻ ക്രോസ് ചെക്ക് ചെയ്തപ്പം എല്ലാവർക്കും കിട്ടുന്നത് സെയിം വേരിയൻ്റ് ആണ്. ഇനി വേറെ ഡീസൽ ഉണ്ടോ എന്നുള്ളതും വേറെ ഓട്ടോമാറ്റിക് അല്ലാതെ മാനുവൽ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു റിവ്യൂ മാത്രമേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. ഇത് 80 ടച്ച് ചെയ്യുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ സൗണ്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻജിൻ റിഫൈൻഡ് ആണ്. പഴയ എഞ്ചിന് തന്നെ ആണെങ്കിലും റിഫൈൻഡ് ആണ്, അത്യാവശ്യം പവർഫുൾ ആണ്. ഈ ഒരു വേരിയൻ്റ് നമ്മൾ ഓടിക്കുന്നത് 130 HPയും അതുപോലെ തന്നെ 230 Nm ടോർക്കാണ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഇതിലുള്ളത്. റെസ്പോൺസ് ഇസ് ഗുഡ്.
പിന്നെ അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഫിഗേഴ്സും അവർ നന്നായിട്ടാണ് പറയുന്നത്. അവർ ക്ലെയിം ചെയ്യുന്ന ഫിഗേഴ്സ് ഞാൻ അവിടെ കാണിക്കാം. നമുക്കിന്ന് നോക്കാനും പറ്റിയിട്ടില്ല, കാരണം നമ്മൾ ഒരുപാട് നേരം വണ്ടി ഓൺ ആക്കിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അത് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടുന്ന മൈലേജ് നിന്ന് 9 km/l ആണ്. പക്ഷെ നേരത്തെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, എനിക്ക് 12 എല്ലാം കിട്ടിയിരുന്നു. അത് ഡ്രോപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് ഷുവറാണ്. ബട്ട് പവറാണ് ഇതിലൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയില്ല. നല്ലൊരു പവർ ഡെലിവറി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാപ്പ് മോഡിലാണ്. 3 മോഡുകൾ, അതായത് സിപ്പ്, സാപ്പ്, സൂം. ഇപ്പോൾ ഞാൻ സാപ്പിൽ ഉള്ള മോഡിൽ നമുക്കത് നോർമൽ മോഡിൽ നിന്ന് വരാം. അത് കഴിഞ്ഞാൽ സൂം മോഡ്, ഇവിടെ ടച്ചിലാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എടുത്തിട്ടാണ് അത് കൺവേർട്ട് ആവുന്നുള്ളൂ. അത് നമുക്ക് സ്ക്രീനിൽ മനസ്സിലാവും. അത് മാറിക്കഴിഞ്ഞാൽ പവർ എൻഹാൻസ്മെൻറ്റിനേക്കാളും ടോക്ക് ലെവൽ ആണ് മാറുന്നത്. ടോക്കും അതുകൊണ്ട് ഡൗൺ ഷിഫ്റ്റിങ്ങും ബെറ്റർ ആവുന്നുണ്ട്. അതുകൊണ്ടുള്ളൊരു പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു സ്മൂത്ത് റോഡാണ്. ഞങ്ങൾ മുമ്പിലാണ് സപ്പോർട്ടിങ് കാർ ഉണ്ട്, അതൊന്ന് പോകാൻ വേണ്ടി സ്ലോ ആക്കിയിട്ട് കിട്ടുന്ന റെസ്പോൺസ്, ഈ ഡൗൺ ഷിഫ്റ്റിനുള്ള ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ലാഗ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാലുള്ള ഒരു സ്പീഡ് ബിൽഡിങ് ഈസ് ഗുഡ്. ആ സമയത്ത് എഞ്ചിന് കിട്ടുന്നൊരു ത്രോട്ടിൽ സൗണ്ടും രസമുണ്ട്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സാപ്പ് മോഡിൽ ഓടിക്കാനാണ്, വിച്ച് ഇസ് നോർമൽ മോഡ്, മീഡിയം നിൽക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലെഷറായിട്ട് കംഫർട്ടബിളി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറാണ് ഈ വണ്ടിക്ക് മാച്ച് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സൂം മോഡ് എടുത്ത് പുഷ് ചെയ്യുന്നത് ഇന്നത്തെ ഡ്രൈവിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. മേ ബി ആ 230 Nm ടോർക്ക് ഉള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കും. കാരണം 300 Nm ടോർക്ക് ഡീസലിൽ കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതെന്ന് എനിക്ക് തോന്നുന്നു. ഹാവിങ് സെഡ് ദാറ്റ്, നമ്മൾ ഇങ്ങനത്തെ ഒരു ഡ്രൈവ് ചെയ്യുമ്പം അത്യാവശ്യം പുഷെല്ലാം ചെയ്യുന്ന സമയത്ത് ടേണെല്ലാം എടുക്കുമ്പം സ്റ്റിയറിങ്ങിൽ കിട്ടുന്ന ഒരു ഫീൽ ഇസ് ഗുഡ്. അത് മഹീന്ദ്ര കുറച്ച് മുമ്പ് തന്നെ സോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വണ്ടികളിൽ മഹീന്ദ്രയിൽ നമുക്കത് നല്ലൊരു ഫീലാണ്. ഈവൻ സ്കോർപിയോ എന്നൊരു ലാഡർ ഫ്രെയിം ഷാസി വെഹിക്കിൾ ആണെങ്കിലും അതിൽ നമുക്ക് കിട്ടിയ ഒരു ഫീൽ ഇസ് ഗുഡ്. സോ അതുപോലെ തന്നെ ഇവിടെയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് സസ്പെൻഷൻ സ്മൂത്താണ്. അതുപോലെ തന്നെ ഡാമ്പ് വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ 80 എത്തുന്നതുകൊണ്ടാണ് ഈ ബീപ്പ് വരുന്നത്, കുറയുന്നുണ്ട്. അപ്പം 80 എത്തുമ്പോൾ തന്നെ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡാമ്പ് കുറവുള്ളതിൻ്റെ ഒരു ഗുണം തന്നെ നമുക്ക് ഒരു കംഫർട്ട് ഫീൽ ലഭിക്കും. പക്ഷേ നമ്മൾ മോശമായ റോഡിൽ പോകുമ്പം ആ സോഫ്റ്റ് നേച്ചറല്ല കാണിക്കുന്നത്. സോഫ്റ്റ് നേച്ചറായിട്ട് നമ്മൾ വല്ലാണ്ട് ആടി ഒലയുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മോശമായ റോഡിൽ പോകുമ്പോഴും ഒരു കംഫർട്ടെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിൽ 4 ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് ബ്രേക്കിംഗ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതും XUV 700 നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇസ് ഓൾസോ ഗുഡ്. എഞ്ചിൻ്റെ ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിൽ മാത്രമല്ലാതെ എഞ്ചിൻ റിഫൈൻമെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെല്ലാം പോകുമ്പോൾ എഞ്ചിൻ നോയ്സും കാര്യമെല്ലാം വളരെ കുറവാണ്. വിൻഡ് നോയ്സും കുറവാണ്. പക്ഷേ എനിക്ക് റോഡ് നോയ്സ് കുറച്ചുള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും സ്മൂത്തായിട്ടുള്ള സ്ട്രെച്ച് നമുക്ക് കിട്ടിയതാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഇവിടെ പോയതാണ്. ഇതിപ്പോൾ ഇത് കഴിയാണ് കണ്ടോ, ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പഴയ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് റോഡ് നോയ്സിൽ ടയറിന് വരുന്ന നോയ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നൊരു കാര്യം ഉള്ളത് ഇവർ ക്ലെയിം ചെയ്യുന്നത് കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ എന്നാണ്. അത് സാധാരണ ഇത്ര ഒരു SUV കിട്ടുന്ന ഒരു ഫീൽ ഉള്ളപ്പോൾ നമ്മളിത് ഹൈറ്റ് കൂട്ടി വയ്ക്കാൻ ഞാനൊരു മീഡിയത്തിലാണ് വയ്ക്കാറ്. അല്ലാതെ ഒരു വേറെ കമാൻഡിങ് ഫീൽ എനിക്ക് തോന്നിയില്ല. സാധാരണ ഒരു SUV ഓടിക്കുമ്പോഴുള്ളൊരു കമാൻഡിങ് ഫീൽ ഉണ്ട്, നമുക്കൊരു ഫീലിംഗ് റൂളിംഗ് ദ റോഡ് എന്നുള്ള ഫീല്. അത് എനിക്കിതിൽ ഫീൽ ചെയ്തില്ല. ബട്ട് വേറെ പല മഹീന്ദ്ര വെഹിക്കിൾസ് അതുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ക്ലെയിം ചെയ്യാവുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നില്ലെങ്കിലും നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ്. നമ്മൾ മീഡിയം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഈവൻ ദോ കോർണർ നമുക്ക് ചിലർക്കെല്ലാം അങ്ങനെ കാണണം വെച്ച്, പക്ഷേ ഈ ഒരു മെഷർമെൻറ്റ് വൈസ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റ്സ് എല്ലാം വെക്കുന്നുണ്ട്. അതെല്ലാം കറക്റ്റാണ്. എല്ലാ സൈഡിലും നല്ല വ്യൂ ആണ്. വിൻഡോസിലും അതുപോലെ തന്നെ സൈഡ് വ്യൂ മിററിലും റിയറിലും എല്ലാം തന്നെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്യാമറാസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓണാവുന്ന ക്യാമറയും സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. റിയർ വ്യൂ റിവേഴ്സ് ക്യാമറ എല്ലാം തന്നെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓട്ടോ ഡിമ്മായിട്ട് നിൽക്കുന്ന മിററുമാണ്. അപ്പോൾ ഇതെല്ലാം സേഫ്റ്റിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ സൺറൂഫ് ഞാൻ വീണ്ടും പറയുന്നത് ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷേ സൺറൂഫ് ഓപ്പൺ ചെയ്ത് വെച്ച് നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നല്ലൊരു എയറി ഫീലും ഉണ്ട്. ഇനി ഫൈനലി സസ്പെൻഷൻ നമുക്ക് ഹമ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ സ്മൂത്താണ്. ഇത് സ്മൂത്തർ സസ്പെൻഷൻ, വേഴ്സ് സസ്പെൻഷൻ വരുന്നുണ്ട്. ഇതിൽ നോക്കിക്കോളൂ. ഇതും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും ഉണ്ടെങ്കിലും സ്മൂത്ത് സസ്പെൻഷനാണ്. മഹീന്ദ്രൻ്റെ ചില എലമെൻറ്റ്സ് ഉണ്ട്, അതെല്ലാം തന്നെ
ഒരു ഇമ്പ്രൂവ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ്റെയും അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെയും സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടിരുന്ന എനിക്ക് തോന്നുന്നു NVH ലെവലിൽ ആ റോഡ് നോയ്സ് കുറയ്ക്കലാണ്. ബാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഇമ്പ്രൂവ്മെൻറ്റ്. നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ലുക്സ് അഗെയിൻ സബ്ജക്റ്റീവാണ്. എനിക്കിപ്പോഴും ഫ്രണ്ട് ഫേസ് ഡൈജസ്റ്റഡ് ആയി തുടങ്ങിയില്ല. മേ ബി ഭാവിയിലുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ്. ബട്ട് സൈഡ് ആൻഡ് റിയർ ഇസ് വെരി ഗുഡ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ BE എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇലക്ട്രിക് റേഞ്ചിനെ എയിം ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ XUV400 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഇവരുടെ ഇലക്ട്രിക് അങ്ങനത്തെ ഒരു വേരിയൻ്റ് ഇതിൻ്റെ വരുമ്പോൾ ഇനി റീബ്രാൻഡിങ് ചെയ്ത് BE കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് വരുമ്പോഴേക്കുള്ള കുറേ എലമെൻറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഈവൻ സ്ക്രീനിലെല്ലാം തന്നെ ആ ഒരു സിപ്സ് അബ്സോർബ് മോഡൽ വരുമ്പോൾ എനിക്ക് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു ഫീല് അവർ കണക്കിലെടുത്തതായിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും എല്ലാമാണ് ഒരു ഡ്രൈവിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഫീല്. നമ്മളൊരു ഫ്യൂ അവേഴ്സ് ഡ്രൈവ് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഇതൊരു മീഡിയ ഡ്രൈവ് പോലെയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മറ്റുള്ള വേരിയൻസും ഓടിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടിയും ബെറ്റർ റോഡ് കണ്ടീഷനിൽ പ്രത്യേകിച്ച് ട്വിസ്റ്റി റോഡ്സ് എല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ ഓടിച്ച് നോക്കുന്നുണ്ട്. ഇന്നത്തെ ഘട്ടത്തിൽ അതൊന്നും കിട്ടിയിട്ടില്ല. ഇതെല്ലാം വെച്ചിട്ട് വാട്ട് ഇസ് മൈ വേർഡിക്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബോംബെ നഗരം വരുന്ന സ്വപ്നം കാണും. ഇത് ഒരു സൂചനയാണോ സെക്കൻഡ് പാർട്ട് ആവേശത്തിൻ്റെ? നിങ്ങൾ കമൻറ്റിൽ പറയും. എന്തായാലും ഞാനിവിടെ പറഞ്ഞ ഹർമൻ കാർഡിൻ്റെ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞ മോനെ സെറ്റാണ്, അടിപൊളിയാണ്, അടിപൊളി ഫീല് പാട്ടുകൾക്കെല്ലാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയല്ല, അമേസിങ് സൗണ്ട് സിസ്റ്റം. സോ ഇതാണ് മഹീന്ദ്രയുടെ പുതിയ XUV 3XOൻ്റെ റിവ്യൂ. നമ്മളൊന്നിപ്പോൾ ഒരു വേരിയൻറ്റ് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. പെട്രോൾ മാത്രമേ കിട്ടിയുള്ളൂ. അതിലും തന്നെ ഓട്ടോമാറ്റിക് നമ്മൾ ഓടിച്ചിട്ടുള്ളൂ. മറ്റുള്ള എഞ്ചിൻ വേരിയൻസിൻ്റെ അതുപോലെ തന്നെ ഗിയർ ബോക്സിനെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല ഓടിക്കാത്തതുകൊണ്ട്. പക്ഷേ പഴയത് തന്നെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണോ അതെന്നുള്ളത്. ഇനി വണ്ടിനെ കുറിച്ചുള്ള മാക്സിമം ഗുഡ് പോയിൻറ്റ്സും അതുപോലെ തന്നെ ക്രിറ്റിസിഷൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റിൽ പറയാം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്താണ് പുതിയൊരു വണ്ടി, കാറോ ബൈക്കോ ട്രക്കോ ഇനി അതിൽ പഴയതോ എല്ലാം ആയിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.